ഹായ് കൂട്ടുകാരെ, കൂട്ടുകാർക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ? എനിക്ക് കഥകൾ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ഇന്നവിടെ ഒരു കാക്കയുടെ കഥയാണ് പറയാൻ പോകുന്നത്. കാക്ക എങ്ങനെയാ നമ്മുടെ വീടും പരിസരവും എല്ലാം വൃത്തിയായി സൂക്ഷിക്കുമല്ലേ. പക്ഷെ കാക്കയ്ക്കൊരു വിചാരമുണ്ട്, എന്നെ കാണാൻ ഒരു ഭംഗിയുമില്ല എന്നാണ് കാക്കയുടെ വിചാരം. കൂട്ടുകാർക്ക് അത് ശ്രദ്ധിച്ചു കേട്ടോടെ. ഒരു ദിവസം കാക്ക പറന്നു പോയപ്പോൾ കുറേ മയിലുകൾ പീലി വിടർത്തി ആടുന്നത് കണ്ടു. കാക്ക കുറേ നേരം നോക്കി നിന്നു. എന്നിട്ട് പറഞ്ഞു, ഹായ്, ഈ മയിലുകളെ കാണാൻ എന്ത് ഭംഗിയാ, ഞാനും ഈ മയിലുകളെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് കാക്കയ്ക്ക് തോന്നി. കാക്ക വീണ്ടും ആ മയിലുകളെ നോക്കി നിന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എല്ലാ മയിലുകളും പറന്നു പോയി. കാക്ക താഴെ നോക്കിയപ്പോൾ കുറച്ച് മയിൽപ്പീലികൾ കിടക്കുന്നത് കണ്ടു. കാക്കയ്ക്ക് പെട്ടെന്നൊരു ഭയം. ഈ മയിൽപ്പീലികൾ എൻ്റെ ചിറകിൽ വെച്ചാൽ ഞാനും ആ മയിലുകളെ പോലെ സുന്ദരിയാവില്ലേ എന്ന് കാക്കയ്ക്ക് തോന്നി. കാക്ക ഓരോ മയിൽപ്പീലികളും തൻ്റെ ചിറകിൽ കൊടുത്തു വെച്ചു സ്വയം നോക്കിയിട്ട് പറഞ്ഞു, ഹായ്, ഞാനിപ്പോൾ ആ മലകളെ പോലെ സുന്ദരിയായില്ലോ എന്ന് വിചാരിച്ചു. കാക്ക പറന്നു മയിലുകളെ കൂട്ടത്തിൽ വലിയ കെമയിൽ പോയിരുന്നു. മയിലുകൾ നോക്കിയപ്പോൾ ഇതാരാ, ഒരു കറുത്ത മയിൽ, നിന്നെ കാണാൻ ഞങ്ങളെ പോലെ അല്ലല്ലോ. കാക്ക പറഞ്ഞു, അല്ലല്ല, ഞാൻ നിങ്ങളെ പോലെ ഉള്ളൊരു സുന്ദരി മയില. മയിലുകൾ സമ്മതിക്കുമോ? നിനക്ക് വീലുകളുണ്ട്, പക്ഷെ കറുത്ത നിറമല്ല. അവരും കൂട്ടത്തിൽ കൂട്ടില്ല. കാക്ക വിഷമിച്ചു പറന്നു കാക്കകളെ കൂട്ടത്തിൽ. കാക്കകൾ നോക്കിയപ്പോൾ ഇതാരാ, മയിൽപ്പീലിയുള്ള കാക്കയുണ്ടോ? അവരും കൂട്ടത്തിൽ കൂട്ടിയില്ല. അവർ പറഞ്ഞു, നീ കാക്കയല്ല, നീ മയില. കാക്ക വിഷമിച്ച് പറന്നു പോയി തൻ്റെ ചിറകിലുള്ള മയിൽപ്പീലികളെല്ലാം വലിച്ചു കളഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ എന്നെ പോലെ ഇരിക്കുന്നതാണ് എന്നെ കാണാൻ ഭംഗി. കൂട്ടുകാർക്ക് കഥ ഇഷ്ടപ്പെട്ടോ? ഈ കഥയിൽ നിന്ന് കിട്ടിയ ഗുണപാഠം എന്താണ്? നമ്മൾ നമ്മളായി തന്നെ ഇരിക്കണം, മറ്റുള്ളവരെ പോലെ ആവാൻ ശ്രമിക്കരുത്. നന്ദി.